ഹരിബോൾ. ബൽറാം പൂർണിമയ്ക്ക് ഞാൻ ഇടാൻ വെച്ച് മറന്നുപോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം വാരുണി ഉണ്ടാക്കുന്നതിൽ വെച്ചാണ് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാരുണി ബൽറാം പൂർണിമയ്ക്ക് പൊതുവെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കാച്ചിയിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം അതിലോട്ടൊരു ചെറിയ കപ്പിൽ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് എന്ന് പറയുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഞാനൊരു വലിയ സ്പൂണിൽ വേണമെങ്കിൽ ആ ഒരു കുഞ്ഞു കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ക്രീമും കൂടെ, എത്രയാണോ തൈര് എടുത്തത് അത്ര തന്നെ ക്രീം കൂടെ ആഡ് ചെയ്യുക. പിന്നെ വേണ്ട നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്യണം. പിന്നെ റോസ് എസെൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാരുണി റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ശരിക്കും വല്ലാത്തൊരു ടേസ്റ്റാണ് വാരുണിക്ക്. അങ്ങനെ വാരുണി ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ തൗജിക്കൊക്കെ ഓഫർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പോൾ അമ്പലത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ ദർശനമാണ്. കാരണം നമുക്ക് ജുലൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്സവമൂർത്തികളെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ജുലൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് നല്ല ക്രൗഡായിരുന്നു. അത് ശനിയാഴ്ച ആണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് ഡേറ്റീസിൻ്റെ ആ ഒരു ദർശൻ, ഓ മൈ ഗോഡ്, നിങ്ങൾ തന്നെ നോക്കൂ. ഫുൾ ആ ഒരു നമ്മൾ വനത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ അങ്ങനെ ഒരു ഫുൾ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ആൻഡ് ഗൗരനിത്താൻ്റെ കൂടെ പശുവൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു ദർശനമായിരുന്നു. ഓരോ ഫ്ലവർ ഡീറ്റെയിലിങ്ങും ആ ഒരു കണ്ടില്ലേ, ആ ഒരു എന്താ പറയുക, ബോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് വെച്ചിട്ട്. ഫുൾ ഫ്ലവേഴ്സ് ഡെക്കറേഷനാണ്. അതുപോലെ ജുലനായതുകൊണ്ട് തന്നെ ആ ഒരു വനത്തിൻ്റെ തീമും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ജഗന്നാഥ് ബൽദേവ് സുഭദ്രമായ്ക്കൊക്കെ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. സുഭദ്രമായ്ക്കില്ല കേട്ടോ, ജഗന്നാഥിനും അതുപോലെ ദാവൂജിക്കും കൈയൊക്കെ വച്ചിട്ടുണ്ട്. കയ്യിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, കലപ്പയും ഗദയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടർഫുൾ ദർശനമായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ശുദ്ധസത്വയിൽ പോയിട്ട് കുറച്ച് പ്രസാദമൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു സൂപ്പർ ഡേ ആയിരുന്നു. ഹരിബോൾ.